തന്റെ ഹാവിയിൽ എടുത്തു കൊടുത്ത ഉദ്ധരണിയിൽ പോലുള്ളതെന്താ? ഞാൻ ലഫ്ദായിട്ട് ഗണ്ണിക്കുമെന്ന് പറഞ്ഞിട്ട് സുയൂത്തി അൽ ഹാവിയിൽ ഫാക്കിഹാനിയുടെ ഇബാറത്ത് എടുത്തു കൊടുത്തു. ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലോ പ്രവാചക ചര്യയിലോ ഈ മൗലിദിന് ഒരടിസ്ഥാനവും ഉള്ളതായി ഞാൻ അറിയുന്നില്ല. അടിസ്ഥാനം കൊണ്ടുവരാൻ സാധിച്ചോ? യഥാർത്ഥത്തിൽ നമ്മുടെ സുയൂത്തി ഗണ്ണിച്ചു എന്നാ പറയുന്നത്. എന്ത് ഗണ്ണിച്ചു? അസ്ൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, സഹാബത്ത് ആഘോഷിച്ചത്, ഖുർആനിലെ ആയത്ത് കാണിച്ചു കൊടുക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. എന്ന് മാത്രമല്ല, വലാ യുൻഖലു അമലു അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സിഖൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. നല്ലവരായ മുൻഗാമികളുടെ കാലടിപ്പാടുകളെ മുറുകെ പിടിക്കുന്ന മാതൃകായോഗ്യന്മാരായ പണ്ഡിതന്മാരാരെങ്കിലും ആഘോഷിച്ചത് അതും കാണുന്നില്ല. ബൽ ഹുവ ബിദ്അത്തുൻ. അദ്ദേഹം പറയാണ്, ഇത് അനാചാരമാണ്, പുത്തനാശയമാണ്. അഹദതകൽ ബത്താലൂന. മെയ്യളകാതെ ജീവിക്കാൻ ശീലിച്ച ചില ആളുകൾ പുതുതായി ഇതിൽ കടത്തിക്കൂട്ടിയതാണ്. വശഹുബത്തു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂന. തീറ്റിക്കൊതിയന്മാരായ ആളുകൾ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു വന്നൊരു ദേഹേച്ഛയുമാകുന്നു ഇത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇല്ല അയ്യക്കുന മക്റൂഹൻ ഔ ഹറാമ. ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ മക്റൂഹ്, ഇതല്ലാതെ പറയാൻ കഴിയില്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെട്ടാലും ഈ ഫാക്കിഹാനിക്ക് പറയാനുള്ള മറുപടി അത് തന്നെയാകുന്നു എന്നുകൂടി ഫാക്കിഹാനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഫാക്കിഹാനി പറഞ്ഞതിന് ഗണ്ണിക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വരികൾ മൗലീദിന്റെ ഏടുകളിൽ തന്നെ കാണാം. കാരണം ഭക്ഷണം അതിലൊരു പ്രധാന ഇനമാണ്. അതുകൊണ്ടാണ് തീറ്റിക്കൊതിയന്മാരുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത്. ഫത്ഹുൽ മുഈന്റെ ഹാശിയായ ഇആനത്തു താലിബീനില് സഹാബിയുടെ അഭിപ്രായം ഉദ്ധരിച്ചു പറഞ്ഞല്ലോ, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാകുന്നു. ചെറിയ രൂപത്തിൽ നേരത്തെ ഉണ്ടെങ്കിൽ ഹദസ എന്ന് പറയൂല. അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഞങ്ങൾ തഴവന്റെ ബൈത്ത് ധരിക്കുമ്പോ പറയലെന്താണ്? മൗലവി തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാര് സഹാബിന്റെ അഭിപ്രായം എടുത്തുകൊടുത്ത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം മൗലൂദിന്റെ എതിരാളിയല്ല. മൗലൂദിന് 5000 ഒരുക്കണം, കോഴി 10000 ഒരുക്കണം എന്ന് പറഞ്ഞ ആളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിയാണ്, അതൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. തീറ്റിക്കൊതിയന്മാരുണ്ടാക്കിയതിന്റെ തെളിവാണത്. പക്ഷേ അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വന്നു ഇത് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്ടായത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏതാണ് ഈ 3 നൂറ്റാണ്ട്? അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാകുന്നു, അഥവാ സ്വഹാബത്തിന്റെ തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ അതിനടുത്തവർ സഹാബികളുടെ ദീന് പഠിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലാത്ത താബിഉകൾ, പിന്നെ അതിനടുത്തവർ സഹാബികളെ കണ്ടിട്ടില്ലാത്ത താബികളുടെ ദീന് പഠിച്ച താബികൾ. ഈ 3 തലമുറ അവർക്ക് പരിചയമില്ലാത്ത ഒന്നാകുന്നു ഇതെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ആരാ ഇത് തുടങ്ങിയത്? അഹ്ലുസുന്നത്തിന്റെ ആളുകളാണോ? ഒരിക്കലുമല്ല. അഹ്ലുസുന്നത്തും തെറ്റിത്തെറിച്ചു പോയ 3 ഖലീഫമാരും കാഫിറുകളാണെന്ന് പറയുന്ന അലി ഇബ്നു അബീ താലിബ് മാത്രമാണ് ഖിലാഫത്തിന് അർഹനെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. പിന്നീട് വിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ പുതിയ ഒരു മതം തന്നെ സ്ഥാപിച്ച ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമികൾ അവർ ഭരണം നടത്തിയ കാലത്താണ് 3 നൂറ്റാണ്ടിന് ശേഷം 4-ാം നൂറ്റാണ്ടിൽ ഈ സമ്പ്രദായം ആരംഭിച്ചതെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഇത് സംബന്ധമായി പഠനം നടത്തിയവർ പറഞ്ഞിട്ടുണ്ട്. മൗലിദ് ആഘോഷിക്കുന്നവർ പോലും ആ കാര്യം സമ്മതിച്ചത് ഞാനിവിടെ വായിക്കുകയുണ്ടായി. വേണമെങ്കിൽ ഇനിയും വായിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ആ 3 നൂറ്റാണ്ടിനകത്ത് കഴിഞ്ഞുപോയ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കിതാബിലും അത് കാണാതിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ട്, അതെന്താണെന്നറിയോ? മൗലിദ് ഹറാമാണ് എന്ന് വല്ല ആയത്തുണ്ടോ, ഹദീസുണ്ടോ? മൗലിദ് അനിസ്ലാമികമെന്ന് ഒരായത്ത് കൊണ്ട് തെളിയിച്ചാൽ 1 കോടി, ആയത്ത് കൂടുന്നതിനനുസരിച്ച് കോടികൾ കൂടും എന്ന്. എത്ര സൗകര്യമല്ലേ വെല്ലുവിളിക്കാൻ, അല്ലെ? പുതിയ ഒരു ആചാരം ഉണ്ടാക്കുക, എന്നിട്ട് ഈ ആചാരത്തെ പേരെടുത്ത് വിമർശിച്ചതുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങനെയുണ്ട്? പണ്ട് ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞൊരു കഥ ഉണ്ട്. ഇങ്ങനെ ഒരാൾ വെല്ലുവിളിക്കുന്നു എന്ന് ഉമർ മൗലവിയോട് പറഞ്ഞപ്പോ ഉമർ മൗലവി പറഞ്ഞു, ഒരാള് ഒരു കല്യാണം നടത്തുകയാണ്. അയാളെ കല്യാണം നടത്തുമ്പോ ഒരു മുസ്ലിയാര് വന്നിട്ട് നല്ലോണം അടിച്ച് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഏമ്പക്കം വിട്ടുകൊണ്ട് ഇറങ്ങുക. അപ്പൊ വീട്ടുകാരന്റെ പരിചയമല്ല. ആരാപ്പത്? നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു? ഞാൻ കാന്തപുരത്തുനിന്നാണ്. നിങ്ങളെ പേരെന്തേന്നു? അബൂബക്കർ എന്നാണ്. അല്ല, ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറയാ, ഞാൻ കല്യാണത്തിന് വരാൻ പാടില്ല എന്നില്ലല്ലോ, എന്നോട് വരണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞീന്നോ? എങ്ങനെയുണ്ട് ഈ ജാതി വർത്താനം അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്? മൗലിദിന് യാതൊരു തെളിവുമില്ല, എന്നാലും അങ്ങനെ ആഘോഷിക്കരുത് എന്ന് ആയത്തുണ്ടോ?
ഒരാൾ 6 വക്ത് നിസ്കരിക്കാൻ തുടങ്ങി. എന്താണോ നിസ്കരിക്കണത്? നിസ്കാരം നല്ലതല്ലേ, 5 വക്തല്ലേ നബി നിസ്കരിച്ചിട്ടുള്ളൂ, 6 വക്ത് നിസ്കരിക്കരുത് എന്നൊരായത്തുണ്ടോ? അങ്ങനെ ആയത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയോ? ഹദീസ് ഉണ്ടോ? മഗ്രിബ് ഒരാൾ 4 റക്അത്ത് എന്ന് നിസ്കരിക്കണം. എന്താണോ അങ്ങനെ? റസൂലുള്ള 3 നിസ്കരിച്ചത്. അതെന്താ മഗ്രിബ് 4 റക്അത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്നൊരു ഹദീസ് ഉണ്ടോ? അങ്ങനെ ഹദീസ് ഉണ്ടാകുമോ? ഞാൻ ചോദിക്കട്ടെ, ഷിയാക്കൾ എന്തെല്ലാം ആചാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മുഹറം മാസം വന്നാൽ തീക്കട്ടകൾ നിരത്തി അതിലൂടെ നഗ്നപാതരായി നടക്കുന്നു, ചങ്ങലകൾ കൊണ്ടും മറ്റും അടിക്കുന്നു, നെഞ്ചടിച്ച് പളർത്ത് ചോര വരുന്നു, രക്തസാക്ഷിയായി വീഴുന്നു. തനിച്ച ദുരാചാരമാണിന്ന് അഹ്ലുൽ സുന്നത്തിൽ എല്ലാവർക്കും അറിയില്ലേ? അവർ പറയാണ് ഇങ്ങനെ മുഹറം മാസത്തിൽ ഇങ്ങനെ ഒരു ആചാരം ചെയ്യൽ ഹറാമാകുന്നു എന്ന് ഒരു ആയത്ത് കൊണ്ട് തെളിയിച്ചാൽ 20 കോടി ഇനാം. ആയത്ത് കൂടുന്നതനുസരിച്ച് ഓരോ ആയത്തും 20 കോടി വീതം. ഷിയാക്കൾ വെല്ലുവിളിച്ചാൽ ഈ ഖുബൂരികൾ എങ്ങനെ നേരിടും? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വെല്ലുവിളിക്കാൻ ആർക്കാ സാധിക്കാത്തത്? ഇസ്ലാമിന്റെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കണം. പേരെടുത്ത് വിമർശിക്കാത്തതൊക്കെ ചെയ്യാ എന്ന് ഇസ്ലാമിൽ അത് മുആമലാത്തിൽ പറ്റും. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ റസൂലിന്റെ ചെയ്ത കച്ചവടമാണോ നോക്കേണ്ടതില്ല, റസൂൽ വിരോധിച്ച കച്ചവടം നോക്കിയാൽ മതി. കച്ചവടത്തിലും കൃഷിയിലും ഭൗതിക കാര്യങ്ങളിലുമൊക്കെ മുആമലാത്തിൽ പൊതുവെ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം. പക്ഷെ ഇബാദത്തിന്റെയും പുണ്യകർമ്മത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ല. ചെയ്തതെന്തോ അത് ചെയ്യലാണ്. അല്ലെങ്കിൽ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പ്രാധാന്യം കൽപ്പിക്കാത്ത പുതിയ ദിവസങ്ങൾ കണ്ടെത്തി അതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചാൽ ഇനി കുറച്ചാലും കഴിഞ്ഞാൽ ഹിജ്റാഘോഷം തുടങ്ങും. ഇസ്ലാമിന് എത്ര ഇജ്ജത്തുണ്ടായ സംഗതിയ ഹിജ്റ എന്നാൽ. അതിന്റെ ചരിത്രം പറഞ്ഞ ആർക്കാ രോമം എടുത്തു പിടിക്കാത്തത്? എന്നിട്ടൊരു ഹിജ്റാഘോഷം തുടങ്ങിയ എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഹിജ്റാഘോഷം പാടില്ല എന്ന ഹദീസിലുണ്ടോ? ഇപ്പൊ ബദർ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ബദറാഘോഷം തുടങ്ങിയ, മക്കം ഫത്തഹിന്റെ ഫതഹാഘോഷം തുടങ്ങിയ, ഇങ്ങനെ അങ്ങോട്ട് ആഘോഷം ഉണ്ടാക്കാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയാണ് പെരുന്നാക്കപ്പം എന്താ ഒരു ബാങ്ക് വിളിച്ച നല്ല ദിക്റല്ലേ അല്ലാഹു അക്ബർ, പിന്നെ 2 ഷഹാദത്ത് കലിമ അയ്യാല സ്വലാത്ത്, ഇതിങ്ങനെ എല്ലാവരും വേഗം ഒന്നു കൊടുത്ത് കയറണം. ഇപ്പൊ തുടങ്ങും പെരുന്നാൾ നിസ്കാരം ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു ബാങ്ക് അങ്ങ് കൊടുക്കുക, ഒരു ഇഖാമത്ത്, മയ്യിത്ത് നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്തും തുടങ്ങുമോ? എന്താ ഉസ്താദിനോട് പോയി ചോദിച്ചാൽ അല്ല ഉസ്താദ് എന്താ പെരുന്നാക്ക് ബാങ്ക് ഇഖാമത്തും ഇല്ലാത്ത? അള്ളാന്റെ റസൂൽ പെരുന്നാക്ക് ബാങ്ക് കൊടുത്തിട്ടില്ലാടോ, അള്ളാന്റെ റസൂൽ മയ്യിത്ത് നിസ്കരിക്കാൻ ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ടില്ലാടോ. അതാ അതിന്റെ തെളിവ്. അതന്നെയാ തെളിവ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്താടത്ത് കൊടുക്കുക. ബാങ്കല്ലേ നല്ലതല്ലേ? പുതിയ സ്ഥലത്ത് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. പുതിയ സ്ഥലത്ത് ഖിറാഅത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ, തറാവീഹിന്റെ ഇടയിൽ സ്വലാത്ത് ചെല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ AP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ എന്താ? ആ പ്രത്യേക സ്ഥലത്തും സന്ദർഭത്തിലും സ്വലാത്ത് ചെല്ലൽ സുന്നത്താണെന്ന് വിചാരിച്ച തെറ്റായി. ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞ എന്താ? സ്വലാത്ത് നല്ലത് തന്നെയാണ്, പക്ഷെ ബാങ്കിന്റെ മുമ്പ് അങ്ങനെ ഒരു സ്വലാത്ത് അത് ആ പ്രത്യേക സമയത്ത് സുന്നത്താന്ന് വിചാരിച്ച വിദഗ്ധായി. മലക്കടവ് പൈസയോട് ഒരാൾ ചോദിച്ചു, നമ്മളിപ്പോ നാട്ടിലൊക്കെ നിസ്കാരത്തിന് ശേഷം 3 സ്വലാത്തിന്റെ സമ്പ്രദായം ഉണ്ടല്ലോ, അതിന്റെ നിയമം എന്താ? അദ്ദേഹം പറഞ്ഞു എന്റെ ചെറുപ്പത്തിലൊന്നും ഞാനത് കണ്ടിട്ടില്ല, ഏപ്പിക്കാരെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. അവർ 3 ആക്കിയപ്പോ പിന്നെ നമ്മൾ 10 ആക്കി 100 ആക്കി, അങ്ങനെ അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് അങ്ങനെ സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് വിചാരിച്ചാൽ അത് വിദഗ്ധാണ്, അനാചാരമാണ്. അല്ലെങ്കിൽ സ്വലാത്ത് നിസ്കരിക്കാൻ വരുന്ന തശ്മീസ് ആശയക്കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നത് അത്രയും ചെല്ല, രാത്രി ശേഷം ചെല്ല, അല്ലാതെയും ചെല്ല എന്ന് പറഞ്ഞ ക്ലിപ്പ് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. വാസ്തവത്തിൽ ബിദ്അത്ത് എന്താണ് എന്നതിന്റെ യഥാർത്ഥ വിവരണം നമുക്കതിലൂടെ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച നബി തന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു. സഹാബത്ത് അങ്ങനെയാ സ്നേഹിച്ചത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ നബിയെ താങ്കൾ അവർ വിധികർത്താവാക്കണം, ജഡ്ജാക്കണം. അഭിപ്രായ ഭിന്നതയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആൾ റസൂലായിരിക്കണം. റസൂൽ എന്ന തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നാതെ അത് സ്വീകരിക്കണം, പൂർണ്ണമായും അതിന് കീഴൊതുങ്ങണം. അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. സുഹൃത്തുക്കളെ, പറയൂ പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ. അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനയുമായി വന്ന റസൂലിനെ പിൻപറ്റലാണ്, ഇത്തിബായിലൂടെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ആയത്തിന്റെ തഫ്സീറിൽ 2 വരി കവിത ചില തഫ്സീറുകളിലൊക്കെ കാണാം. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് നീ വാദിക്കുന്നു, പക്ഷേ നീയാകട്ടെ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതൊരു പുതുമയുള്ള കാര്യം തന്നെയാണല്ലോ. കണ്ടോ? ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. നീ സ്നേഹിക്കുന്നവനാണ് എന്ന വാദത്തിൽ സത്യമാണെങ്കിൽ നീ പറയുന്നതെങ്കിൽ
ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ അനുസരിക്കുമല്ലോ. അപ്പോൾ ഇത്തിബാൾ, റസൂലുള്ളയെ പിൻപറ്റുക, പിന്തുടരുക, അതാകുന്നു സ്നേഹമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കാണിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരുന്നു അവർ. സ്വന്തം ജീവൻ പോലും നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിക്കാൻ ശ്രമിച്ചവരായിരുന്നു അവർ. ഉഹദ് യുദ്ധത്തിലും മറ്റും റസൂലുള്ളാഹിക്ക് നേരെ അമ്പുകൾ വരുമ്പോൾ സ്വന്തം വിരുമാറും പുറവും പുറത്തോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഉറച്ചു നിന്നവരായിരുന്നു അവർ. പക്ഷെ അവരാരും പുണ്യ റസൂലിന്റെ പേരിൽ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല. റസൂലുള്ളാഹി വഫാത്തായിട്ട് 110 ഹിജ്റ 110ലാണ് അവസാനത്തെ സഹാബി മരിച്ചു പോകുന്നത്. 1 നൂറ്റാണ്ട് കാലം അവരുടെ കാലമാണ്. പക്ഷെ ഒരൊറ്റ ജന്മദിനാഘോഷവും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. ഇന്ന് പ്രവാചക സ്നേഹം എവിടെ എത്തി സുഹൃത്തുക്കളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വ മാലിഹി. എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളിൽപ്പെട്ടവരാണ് ഒരു വിഭാഗം ആളുകൾ. അവർ എനിക്ക് ശേഷം വരും. അവർ ഓരോരുത്തരും ആഗ്രഹിക്കും എന്നെ കണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ കണ്ടെങ്കിൽ തന്റെ കുടുംബത്തോടും സമ്പത്തോടും സമേതം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കൂട്ടത്തിൽ റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പല ആളുകളും ഇന്നെന്താക്കി, റസൂലുള്ളാഹിനെ നേർക്ക് നേരെ കാണാൻ കഴിയില്ല, കാണാൻ വേണ്ടി സ്വപ്നം കാണാൻ വേണ്ടി പ്രത്യേക സലാത്തുകൾ, താജു സലാത്ത് ആവർത്തിച്ച് ചെല്ലിയാൽ റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ എന്ന് പറഞ്ഞിട്ട് കുറെ സലാത്തുകൾ. ഒരൊറ്റ ഹദീസ് പോലും സഹീഹായ പരമ്പരയോടുകൂടി റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ വേണ്ടി പ്രത്യേക സ്വലാത്ത് പഠിപ്പിച്ച റിവായത്ത് തന്നെ ഇല്ല. സ്വലാത്ത് പുണ്യമാണ്, റസൂലുള്ളാഹിന്റെ സ്നേഹപ്രകടനമാണ്. കോടാനുകോടി മുസ്ലിമീങ്ങൾ നമസ്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് ചൊല്ലുന്നു. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഅശറ സ്വലവാത്തിൻ. ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അതിന് പകരമായി അല്ലാഹു അയാൾക്ക് 10 അനുഗ്രഹം ചെല്ലുന്നതാണ്. യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിലേറ്റവും പൂർണ്ണമായ രൂപമാണ് നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ അത് സഹാബികൾ പഠിപ്പിച്ചതാണ്. ഒരു ഹദീസ് സഹാബികൾ ഉദ്ധരിക്കുമ്പോ സമീഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്നാ പറയാറുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിനൊപ്പം സ്വലാത്തിന്റെ ചെറിയ രൂപമായ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നമ്മൾ പഠിച്ചതാ. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് പറയാത്തവൻ അവൻ പിശുക്കനാണ്. പറയുന്നവനും കേൾക്കുന്നവരും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. അത് ഉച്ചത്തിൽ ഇങ്ങനെ പ്രസംഗകന്റെ പ്രസംഗം തടസ്സപ്പെടുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ടതില്ല. നിങ്ങൾ പതുക്കെ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. വാസ്തവത്തിൽ അതൊരു പുണ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനു പകരമായി അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സ്വലാത്ത് എന്താണ്? വസല്ലു അലൈഹി ഹൈസുമാ കുന്തും. നിങ്ങൾ എവിടെ വെച്ചും എനിക്ക് സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക. ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തുന്നതാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് നമ്മൾ നബിക്ക് സ്വലാത്ത് ചൊല്ലിയ നബി അത് കേൾക്കോ, അറിയോ? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാ ഇന്നാലിന്ന മുഹമ്മദ് മഞ്ചേരി എനിക്ക് സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് റസൂൽ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. ഒരൊറ്റൊന്നും പ്രബലമല്ല. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സമിഅതുഹു. ആരെങ്കിലും എനിക്ക് സ്വലാത്ത് പറഞ്ഞാൽ ഞാനത് കേൾക്കുമെന്ന ഹദീസുണ്ട്. പക്ഷെ സഹിയായ ഈ ഹദീസിന് എതിരാണത്. അതിന്റെ പരമ്പര ദുർബലവുമാണ്. സഹിഹായ ഹദീസുള്ളത് സ്വലാത്ത് എനിക്ക് എത്തും എന്നാണ്. സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്ന് മറ്റൊരു റിവായത്തിലുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് ചെല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിവാക്കപ്പെടും എന്ന്. എന്താണ് വെളിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വലാത്തിലെ ലഫ്ളുകളെ കാണിച്ചു കൊടുക്കുക എന്നാണോ? സ്വലാത്ത് ചൊല്ലുന്നവനെ കാണിച്ചു കൊടുക്കുക എന്നാണോ? അല്ല സ്വലാത്ത് എല്ലാവരും സ്വലാത്ത് റസൂലിന്റെ ചെവിയിൽ ചെന്നെങ്കിൽ അടിക്കുക എന്നാണോ? എങ്കിൽ ബർസഖിൽ നബിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ ആയിരിക്കും അത്. വാസ്തവത്തിൽ അതിന്റെ രൂപം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോ സലാം കൊടുത്തയക്കും മദീനത്തേക്ക്. നീ ഇന്റെ ഒരു സലാം അവിടെ കൊടുക്കണം. അങ്ങനെ 100 കണക്കിന് ആളുകളെ സലാമും കൊണ്ടാ മദീനത്ത് പോവുക. സുഹൃത്തുക്കളെ, മദീനത്ത് പോകാത്ത ആളുകളോട് സലാം ചെല്ലുന്നില്ലേ? കൊടുത്തയക്കാൻ കഴിയാത്തവര് സലാം ചെല്ലുന്നില്ലേ? കോടാനുകോടി മുസ്ലിമീങ്ങൾ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയ്യാത്തിൽ സലാം പറയുന്നില്ലേ? ആ സലാം എങ്ങനെ അവിടെ എത്തുക? നമ്മൾ മഹലിൽ നിന്ന് ആളുകൾ പിരിവെടുത്തിട്ട് ഈ മഹലിലെ സലാം കൊണ്ടേ കൊടുക്കാൻ ഒരാൾ അയക്കലുണ്ടോ കൊല്ലം? ഇല്ലല്ലോ. ഹജ്ജിന് കൂടുതൽ ആളുകൾ പോകാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. അപ്പൊ അതിനു മുമ്പ് മുസ്ലിമീങ്ങൾ ചൊല്ലിയ സ്വലാത്തോ ഒരു ജില്ലയിൽ ഒരാളൊക്കെ വേണ്ടി ഹജ്ജിന് പോവുക. യഥാർത്ഥത്തിൽ ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം. ഭൂമിയുടെ പലഭാഗത്തും ചുറ്റിത്തിരിയുന്ന മലക്കുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവർ എന്റെ ഉമ്മത്ത് എനിക്ക് ചെന്ന സ്വലാത്ത് എനിക്ക് സലാം എനിക്ക് എത്തിച്ചു തരുന്നതാണ് എന്ന ഹദീസിലുണ്ട്.
അപ്പൊ നബി കേൾക്കും, നബി അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ മലക്കിനെ ഏൽപ്പിക്കുന്നത്? മലക്ക് നബിക്ക് അത് എത്തിച്ചു കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വലാത്ത് കൊണ്ട് നബിക്ക് ലഭിക്കേണ്ടതെന്താ? നമ്മുടെ പ്രാർത്ഥനാഫലമായ